ഒരു ഉണർവുകാരൻ്റെ പേഴ്സണൽ ജീവിതം, ഒരു സ്വകാര്യ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ സന്ദേശങ്ങൾ പല പ്രിയപ്പെട്ടവർക്കും ഒരു വലിയ അനുഗ്രഹമാണെന്ന് പലരും വിളിച്ച് പറയുന്നുണ്ട്. വ്യത്യസ്തമായ അളവിൽ വ്യത്യസ്തമായ നിലയിലുള്ള ചിന്തകളാണ് എന്ന് പലരും സംസാരിച്ചു. കർത്താവ് അത് കൂടുതൽ നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷ രീതികൾക്കും നമ്മുടെ മെസ്സേജുകൾക്കുമൊക്കെ വ്യത്യാസമുണ്ടാകും, വ്യതിയാനങ്ങളുണ്ടാകും. ഒരിക്കലും ഒരു 25 വയസ്സുള്ള ഒരു ശുശ്രൂഷകൻ പ്രസംഗിക്കുന്ന പ്രസംഗമായിരിക്കത്തില്ല 50 വയസ്സുള്ളയാൾ പ്രസംഗിക്കുന്നത്. ഒരു 18 വയസ്സുകാരൻ്റെ പ്രസംഗമായിരിക്കത്തില്ല ഒരു 40 വയസ്സുകാരൻ്റെ മെസ്സേജുകളിൽ വ്യത്യാസങ്ങളുണ്ടാകും, വ്യതിയാനങ്ങളുണ്ടാകും. കൂടുതൽ ഉത്തരവാദിത്തമുള്ള സന്ദേശങ്ങൾ ഒരു ശുശ്രൂഷകനിൽ നിന്ന് വെളിപ്പെടും. അത് ആ ശുശ്രൂഷകൻ താഴേക്ക് പോകുന്നതല്ല, പണ്ടത്തെ ആവേശമില്ലാതെ വരിക എന്നുള്ളതല്ല. ആവേശങ്ങൾക്ക് കുറവില്ല. ഇപ്പോൾ കൂടുതൽ ആവേശത്തെക്കാൾ ഉപരി കൂടുതൽ ദൈവ രാജ്യ സംബന്ധമായ ചിന്തകളും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാറും. നമ്മുടെ ശുശ്രൂഷയിൽ കൂടുതൽ റിസൾട്ടുകൾ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഈ തിമോത്തിയോസിനും തീത്തോസിനും ഒക്കെ എഴുതിയ ലേഖനങ്ങൾ ഒരിക്കലും ഒരു 18 വയസ്സുകാരനോ 20 വയസ്സുകാരനോ പ്രസംഗിക്കാൻ പറ്റുന്ന ലേഖനങ്ങളല്ല. കാര്യം അവർ തിമോത്തിയോസുമാരാണ്. അവരോടുള്ള ലേഖനങ്ങളാണ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അത് തിമോത്തിയോസുമാർ തിരിച്ച് അപ്പോസ്തലന്മാരോട് പ്രസംഗിക്കാൻ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഒരു തിമോത്തിയോസിൻ്റെ ലേഖനവും തീത്തോസിൻ്റെ ലേഖനവും ഇടയ ലേഖനങ്ങളൊക്കെ പ്രസംഗിക്കണമെങ്കിൽ എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ച് ചിന്തിക്കാം, എൻ്റെ അഭിപ്രായമാണ്, കുറഞ്ഞത് ഒരു 30 വയസ്സിന് മുകളിൽ 35 വയസ്സിന് മുകളിൽ ഒരു നല്ല കുടുംബജീവിതമൊക്കെ നയിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ മാതൃകയാക്കി വളർത്തി അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയൊക്കെ ലേഖനങ്ങൾ പ്രസംഗിക്കാൻ പറ്റുന്നത്. ഞാനും വർഷങ്ങളായി തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയൊക്കെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് പ്രസംഗിക്കുന്നതിൻ്റെ അത്രയും ആധികാരികമായി എനിക്ക് മുമ്പ് പ്രസംഗിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ ആ മേഖലയിൽ പ്രസംഗിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ധൈര്യം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തീത്തോസിന് എഴുതിയതാണ്, അപ്പോസ്തലൻ തീത്തോസിന് എഴുതിയതാണ്, അത് തിമോത്തിയോസിന് എഴുതിയതാണ്. അത് സഭയ്ക്ക് എഴുതിയത് എന്നതിനേക്കാൾ ഉപരി തൻ്റെ നിജപുത്രന്മാർക്ക് എഴുതുന്നതാണ്. യൂദായുടെ ലേഖനം എല്ലാവർക്കും പ്രസംഗിക്കാം. കാര്യം അത് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അത് ഏത് കുഞ്ഞിന് വേണമെങ്കിലും പ്രസംഗിക്കാൻ പറ്റും. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ളതാണ്. കൊരിന്ത്യയിലെ ലേഖനം കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിലായതുകൊണ്ട് ആർക്കും സഭയോടുള്ള നിലയിൽ ഒരു ദൂത് അറിയിക്കാൻ പറ്റും. പക്ഷേ ഇത് തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയും ലേഖനങ്ങൾ എന്ന് പറയുന്നത് അത് വളർച്ചയിലേക്ക് വരുന്ന ഒരു ശുശ്രൂഷകന് കൊടുക്കുന്ന കറക്ഷൻസും അവന് ദൈവം കൊടുക്കുന്ന ആത്മാവിൻ്റെ ഡിസിപ്ലിൻസും ഒക്കെയാണ് തിമോത്തിയോസിൻ്റെയും തീത്തോസിൻ്റെയും ലേഖനം. അതുകൊണ്ട് തന്നെ അത് തീത്തോസുമാർക്ക് പ്രസംഗിക്കാനുള്ളതല്ല, അത് തിമോത്തിയോസുമാർക്ക് പ്രസംഗിക്കാനുള്ളതല്ല, അത് അപ്പോസ്തലന്മാർക്ക് തീത്തോസുമാരോടും തിമോത്തിയോസുമാരോടും പ്രസംഗിക്കാനുള്ളതാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്നത്തെ ഏതെങ്കിലും ഒരു അപ്പോസ്തലൻ ഈ തിമോത്തിയോസിന് എഴുതി കൊടുത്തതുപോലെ ഒരു ലേഖനം ഏതെങ്കിലും ഒരു തിമോത്തിയോസിന് എഴുതി കൊടുത്താൽ, ഏതെങ്കിലും ഒരു തീത്തോസിന് എഴുതി കൊടുത്താൽ എത്ര തിമോത്തിയോസുമാരും എത്ര തീത്തോസുമാരും അത് കേൾക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും പിന്നീടും ആ പൗലോസിൻ്റെ കൂടെ നടക്കുമെന്ന് ചോദിച്ചാൽ വലിയ സംശയമാണ്. കാര്യം ഇപ്പോഴത്തെ തിമോത്തിയോസുമാരും തീത്തോസുമാരൊക്കെ അപ്പോസ്തലന്മാരെ തിരുത്തുന്ന തിമോത്തിയോസുമാരും തീത്തോസുമാരുമാണ്. അത് ഒരു ആത്മീക പക്വതക്കുറവാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് ആത്മീകമായൊരു പക്വതക്കുറവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പക്വത നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ചിന്തകളിൽ പ്രധാനമായും ചില ആളുകൾ എന്നോട് സംസാരിച്ച ഒരു വിഷയം, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ 1-2 ദൈവദാസന്മാർ എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഒരു റിവൈവലിസ്റ്റിൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, എങ്ങനെ നമുക്കൊരു പ്രലോഭനങ്ങളെ, ടെംപ്റ്റേഷൻസിനെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നൊരു ചിന്തയും ഒരു ചോദ്യവും 1-2 ദൈവദാസന്മാർ എന്നോട് ചോദിക്കുകയും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ എന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതും ഇതിനകത്ത് വേണ്ടതാകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ആ മേഖലയിലേക്ക് വരാനിരുന്നതാണ്. പക്ഷേ ആവശ്യക്കാർ അതിനെക്കുറിച്ച് ചോദിക്കാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കാരണത്താൽ ഞാൻ അതിനെക്കുറിച്ച്
ഇന്ന് രാത്രിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ടെംപ്റ്റേഷൻസ്, ഓവർകമ്മിങ് ദ ടെംപ്റ്റേഷൻ. നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ എങ്ങനെ കഴിയും? ഞാൻ കുമ്പനാട് പഠിക്കുന്ന സമയത്ത് എൻ്റെ തിസീസിൻ്റെ സബ്ജക്റ്റ് ആയിരുന്നു ഓവർകമ്മിങ് ദ ടെംപ്റ്റേഷൻ എന്നുള്ളത്. ഇപ്പോഴും അത് കുമ്പനാട് IBC ബൈബിൾസ് കോളേജിൻ്റെ ലൈബ്രറിയിൽ ആ തിസീസ് ഇരിപ്പുണ്ട്. ഞാനന്ന് തിസീസ് കുറേ ബുക്കുകൾ കോപ്പി അടിച്ച് എഴുതിയതാണ്. അത് എൻ്റെ 100% വെളിപ്പാടിൽ നിന്ന് എഴുതിയതൊന്നും അല്ല. അതെങ്ങനെയെങ്കിലും ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി കൊടുത്ത ഒരു ബുക്കാണ് ഓവർകമ്മിങ് ദ ടെംപ്റ്റേഷൻസ് ഉള്ളത്. ആ ബുക്ക് എഴുതിയിട്ടും ഞാൻ പല പ്രലോഭനങ്ങളിൽ വീണുപോയിട്ടുണ്ട്. ആ ബുക്ക് എഴുതിയിട്ടും തിസീസ് ആളുകൾ സബ്മിറ്റ് ചെയ്ത് എന്നെ ജയിപ്പിച്ചിട്ടെങ്കും ഞാൻ പല വിധത്തിലുള്ള ഗുരുതരമായ തെറ്റുകളിൽ എൻ്റെ ജീവിതത്തിൽ വീണുപോയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ എനിക്ക് കുറച്ചുകൂടെ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ 100% വിജയമെന്നല്ല, ഒരു വിജയത്തിൻ്റെ ട്രാക്കിലേക്ക് കയറുവാനും ഒരു വിജയത്തിൻ്റെ പാതകളിൽ സഞ്ചരിക്കുവാനും ഈ ദിവസങ്ങളിൽ കൂടുതൽ പരിശുദ്ധാത്മാവ് അവസരങ്ങൾ തരുന്നു. അപ്പോൾ എൻ്റെ പഴയ തിസീസൊക്കെ ഒന്നുകൂടെയൊക്കെ ഞാനൊന്ന് റെഫർ ചെയ്യാനൊക്കെ ഇടയായി. കർത്താവ് അതിൽ നിന്നും ആമേൻ എന്നോട് സംസാരിക്കുവാനും ഇടയായി. നിങ്ങളോടും ഇന്ന് രാത്രി സംസാരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഈ പ്രലോഭനങ്ങളെ നേരിട്ടേ പറ്റത്തുള്ളൂ. പ്രലോഭനങ്ങളെ നേരിടാതെ ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഈ പ്രലോഭനങ്ങളുണ്ട്. എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ പ്രലോഭനങ്ങളിൽ പിശാചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ചിലതിന് വേണ്ടി പ്രേരിപ്പിക്കും. എന്തിനാ പ്രേരിപ്പിക്കുന്നത്? നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ ബെസ്റ്റ് ലൈഫ് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഗോഡ് ഗിവൻ, ദൈവത്താൽ സംഭവിച്ചിരിക്കുന്ന ഡെസ്റ്റിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പര്യവസാനങ്ങൾ, നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഫൈനൽ ഡെസ്റ്റിനേഷൻ, നമ്മുടെ അവസാനത്തെ ജംഗ്ഷൻ, അവിടെ നമ്മൾ എത്താതെ നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഈ പ്രലോഭനങ്ങളാൽ പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകൾ ഇതിനകത്ത് ജയിക്കാൻ പറ്റാതെ ഇതിൻ്റെ കീഴിലായി പോകുകയും അത് അവർക്കൊരു ബന്ധനമായി മാറുകയും ബോണ്ടേജായി മാറുകയും ആ ബോണ്ടേജുകൾ പതിയെ അഡിക്ഷനായി മാറുകയും ആ അഡിക്ഷനുകൾ പിന്നീട് നമ്മളെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിച്ചേർക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിക്കാം. ഞാൻ ഒത്തിരി സമയം ഇന്നും നാളെയും ഒക്കുമെങ്കിൽ ഈ വിഷയത്തിനകത്ത് നിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. ആമേൻ. എന്തിനാണ് പിശാച് നമ്മുടെ മേൽ ടെംപ്റ്റേഷൻസ് കൊണ്ടുവരുന്നത്? എന്തിനാണ് പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത്? പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവിതം നമ്മൾ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. 2, ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നമ്മൾ എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരാതെ വഴിയിൽ വെച്ച് നമ്മളെ തകർത്ത് കളയുക. ഒത്തിരി ആളുകൾ പല വിധത്തിലുള്ള അഡിക്ഷനിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത്? നാം താലോലിച്ച് കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ നാം സാരമില്ല എന്ന് കരുതുന്ന ചില പ്രലോഭനങ്ങളാണ് നമ്മളെ ബന്ധിച്ചു കളയുന്നത്. ബന്ധനങ്ങൾ നമ്മളെ ബന്ധിച്ചു കളയും. നമുക്കത് ചെയ്യാതിരിക്കാൻ പിന്നെ പറ്റാത്ത നിലയിൽ അത് നമ്മളെ അഡിക്റ്റ് ചെയ്യും. നമ്മൾ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, നമ്മളെ മുഴുവൻ ഭരിക്കുന്നതും നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും നമ്മുടെ ലൈഫിനെ മൊത്തം സകല ഏറിയകളിലും നമ്മളെ കയറി നിയന്ത്രിക്കുന്നത് ഈ ടെംപ്റ്റേഷൻസ് ആയിരിക്കും. അങ്ങനെ അവസാനം നമ്മൾ ഇതിനകത്ത് പെട്ടുപോയി കുറ്റബോധങ്ങളിലും ഷെയിമിലും ഒക്കെ ജീവിച്ച്
നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ വയ്യാതെ ലോത്തിന്റെ ഭാര്യയെ പോലെയോ ദേമാസിനെ പോലെയോ ഗേദസിയെ പോലെയോ ശലോമോനെ പോലെയോ ഒക്കെ നമ്മുടെ ജീവിതം വഴിയിൽ പട്ടുപോകും. അതിനുവേണ്ടിയാണ് പിശാച് ഈ പദ്ധതികൾ, ട്രാപ്പുകൾ ഒരുക്കി ഒരു ദൈവദാസനും ഒരു ദൈവ പൈതലിനും എതിരെ ഏറ്റവും അധികം കളിക്കുന്നത്. ഈ രാത്രിയിലെ എൻ്റെ ചിന്തകളിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ നിയന്ത്രിക്കുന്ന ചില സ്വഭാവങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പുറത്തു വരട്ടെ. നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത ചില പ്രലോഭനങ്ങളുടെ ഏറിയകളിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ജയിക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ഇതിൻ്റെയൊക്കെ റൂട്ടുകളിൽ പോയി നമുക്കിതിനെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മേഖലയിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. പലർക്കും ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ മേഖലകളെ തൊടുവാനോ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് പഠിപ്പിക്കാനോ ഒന്നും കഴിയത്തില്ല. ഈ യൂത്ത് ക്യാമ്പുകളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ശുശ്രൂഷിക്കാൻ പോകുന്ന സമയങ്ങളിൽ അവിടുത്തെ എല്ലാ ആളുകളും യൂത്തിനോട് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ്, നിങ്ങൾ ജയിക്കണം, നിങ്ങൾ ജയിക്കണം, അല്ലയോ, നിങ്ങൾ ജയിക്കണം. ഇത് എങ്ങനെ ജയിക്കണമെന്ന് ഇവരാരും പറഞ്ഞു കൊടുക്കുന്നില്ല. എല്ലാവരും പറയുന്നു ജയിക്കണം, അല്ലയോ, ജയിക്കണം, ജയിക്കണം. ഞാൻ ഇത് കേട്ട് ഫെഡപ്പായിട്ട് ഒരാളോട് ചോദിച്ചു, എങ്ങനെയായി ജയിക്കണ്ടേ? അത് ജയിക്കണം ബ്രദറെ. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? അതെങ്ങനെ, എന്താണ് ഇതിന്റെ പുറകിലെ സാധനം, എന്താണ് ഇതിന്റെ റൂട്ട്, അത് എവിടുന്നാ കയറി വന്നേ? അപ്പൊ പിന്നീട് ഞാൻ എൻ്റെ വ്യക്തിപരമായ പഠനത്തിലൊക്കെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏത് മേഖലയിൽ ഇതിനെ ജയിക്കാൻ പറ്റും, ഏതൊക്കെ മേഖലയിൽ കൂടെയാണ് പ്രലോഭനങ്ങൾ കയറി വരുന്ന ഡോറുകൾ, ഏതൊക്കെ ഡോറുകൾ നമ്മൾ അടച്ചിടണം, എവിടെയൊക്കെ നമ്മൾ വിജിലൻ്റ് ആകണം, എവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഒരു റിവൈവലിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് എനിക്ക് ആത്മാവിൽ മനസ്സിലായിട്ടുണ്ട്. 3 പ്രധാനപ്പെട്ട ഏരിയയിൽ കൂടെയാണ് പ്രലോഭനങ്ങൾ കയറി വരുന്നത്. 3 പ്രധാനപ്പെട്ട ഏരിയയിൽ കൂടെയാണ് ടെംപ്റ്റേഷൻസ് കയറി വരുന്നത്. 1-2 വാക്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ടെംപ്റ്റേഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ നിന്നും വരുന്ന ടെംപ്റ്റേഷൻ, ലോകത്തിൽ നിന്നും വരുന്ന ടെംപ്റ്റേഷൻ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും പുതിയ നിയമത്തിലും കൂടെ യേശു ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വേൾഡ്. വേൾഡ് 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 ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിക്കരുത്. പുതിയ നിയമം ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് വേൾഡ്. എന്താ ഈ വേൾഡ്? എന്താ ഈ വേൾഡ്? എന്താണ് ഈ സംവിധാനം? എന്താണ് ഈ സംവിധാനം എന്ന് പറയുന്നത്? വേൾഡ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന മേഖല, ദൈവിക സിസ്റ്റത്തിൽ നിന്നും വീണുപോയ മനുഷ്യർ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഈ വേൾഡ് എന്ന് പറയുന്നത്. അതിനൊരു പ്രഭുവുണ്ട്, അതിനൊരു പ്രസിഡന്റ് ഉണ്ട്, അതിനൊരു കിങ്ഡം ഉണ്ട്, അതിനകത്ത് മൂവ്മെന്റുകളുണ്ട്, അതിനൊരു പ്രഭുവുണ്ട്, അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട്. ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉള്ളതുപോലെ, ഇന്ത്യക്കൊരു പ്രധാനമന്ത്രി ഉള്ളതുപോലെ ലോകം അത് ഭൂലോകം എന്ന് പറയുന്ന നമ്മളുടെ വേൾഡ് മാപ്പിൽ കാണുന്ന 300ഓളം വരുന്ന രാജ്യങ്ങൾക്കപ്പുറത്ത് പാപത്തിൽ വീണുപോയ ദൂതന്മാരും ആ ദൂതന്മാരായി നയിക്കപ്പെടുന്ന മനുഷ്യകുലവും അവരുടെ സംവിധാനങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഈവിൾ സിസ്റ്റമാണ് വേൾഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിനെ ആത്മാവിൽ ഡീൽ ചെയ്ത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക്
അതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ആ സിസ്റ്റം എപ്പോഴും ദൈവത്തിനെതിരായിരിക്കും. ആ സിസ്റ്റം എപ്പോഴും ദൈവിക സംവിധാനങ്ങൾക്കെതിരായിരിക്കും. ആ സിസ്റ്റം എപ്പോഴും അഭിഷേകത്തിൽ ചലിക്കുന്ന ഒരു ദൈവദാസനെ ടാർഗറ്റ് ചെയ്ത് നിൽക്കും. ആ സംവിധാനത്തിനകത്ത് അസാധാരണമായ പൈശാചിക സെറ്റപ്പുകളുണ്ട്. മടങ്ങി വരാം. വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പഠിക്കാം. 1 യോഹന്നാന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായി പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ വെളിപ്പാടുകളാണ് ദൈവം കൊടുക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഈവിൾ വേൾഡിനെ കുറിച്ച് വളരെ ആധികാരികമായി യോഹന്നാൻ അപ്പോസ്തലൻ പ്രസംഗിച്ചത് കാണാം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. അടുത്തത്, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അപ്പൊ ഈ ടെംപ്റ്റേഷൻ കടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ലോകം. ഈ ലോകം നമ്മളെ ആകർഷിക്കും. ഒരു ദൈവ പൈതലിനോടും ദൈവിക സംവിധാനത്തോടും അത് ശത്രുതയാണ്. ലോകത്തെ സ്നേഹിക്കുന്ന ഒരുവന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവിന്റെ അടുക്കലേക്ക് ക്ലോസ് ആയി വരാൻ പറ്റത്തില്ല. അവൻ വരാതെ വണ്ണം, ഈ ദൈവിക സിസ്റ്റത്തിലേക്ക് വരാതിരിക്കത്തക്കവണ്ണം ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണിനെ ഇരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരാൾക്ക് കയറി വരാൻ പറ്റത്തില്ല. നമ്മൾ സുവിശേഷം പ്രസംഗിക്കുന്നു, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ നമ്മളെ കളിയാക്കും. കഴിഞ്ഞ ദിവസം ടോണി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ കൂട്ടുകാർക്ക് എന്നെ കളിയാക്കുന്നു, അവർക്ക് മനസ്സിലാകുന്നില്ല. എന്താ കാര്യമെന്നറിയാമോ ടോണി? അവരുടെ കണ്ണിനെ ആ പ്രഭു, ആ സിസ്റ്റം അടച്ചു വച്ചിരിക്കുകയാണ്. അവർക്ക് നമ്മൾ അനുഭവിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലാകത്തില്ല. ജീസസ്, ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തു. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ലോകത്തിൽ നിന്നും അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. കർത്താവിന് ഈ ലോകത്തോട് സ്നേഹമാണ്. നശിച്ചു പോകുന്ന ജനത്തോട് കർത്താവിന് സ്നേഹമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം തന്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ തകർന്നു കിടക്കുന്ന എല്ലാവരെയും സ്നേഹിച്ചു കർത്താവ്. പക്ഷെ അവിടുന്ന് ഒരുത്തൻ ആ ചെയിൻ ബ്രേക്ക് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഈ ലോകത്തിന്റെ സ്നേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ആമേൻ. ആ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. 15-ാം വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. അവനിൽ പിതാവിന്റെ സ്നേഹം. ടെംപ്റ്റേഷൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ ലോകം നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യും. ഓരോ വിശ്വാസിക്കും ഈ അട്രാക്ഷൻസ് ഉണ്ടാകും. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ 500 പേരുള്ള ഒരു കോളേജിൽ പഠിക്കുന്നു. ആ കോളേജിൽ നീ ഒരുത്തൻ മാത്രമാണ് ദൈവിക സംവിധാനത്തിൽ നിൽക്കുന്ന, രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലെങ്കിൽ ആ 499 പേരുടെയും കണ്ണു തുറക്കേണ്ട വെളിച്ചം നീയാണ്. പക്ഷെ ആ വെളിച്ചം അവരിലേക്ക് എത്താതെ അവരുടെ സ്വഭാവ രീതികൾ നിന്നെ ആകർഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങളൊക്കെ കോളേജിൽ ചെല്ലുമ്പോൾ, നിങ്ങളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ, നിങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രായമായി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഓരോരുത്തർ കാണിക്കുന്ന വെകളി പരിപാടികൾ കാണുമ്പോൾ, അവരുടെ മൊബൈലുകളിൽ അവർ കാണുന്നത് കാണുമ്പോൾ, അവരുടെ ലോകത്തിന്റെ മോഹങ്ങളും ആഡംബരങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു ദൈവ പൈതലിനും ആകർഷണം തോന്നും.
അവരെ പോലെ ആകണം, അവരെ പോലെ മേക്കപ്പ് ചെയ്യണം, അവരെ പോലെ ജീവിക്കണം. ആമേൻ. എങ്ങനെ ഇതിനെ ജയിക്കാൻ പറ്റും? നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മളിൽ പലരും ഇതിനകത്തേക്ക് വലിക്കപ്പെടുകയാണ്. ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ ലോകം നമ്മളെ വലിച്ചുകൊണ്ട് പോകുകയാണ്. ദേമാസിനെ കുറിച്ച് എന്താ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? അവൻ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടുപോയി. ദേമാസിനെ പറ്റി, ദേമാസ് ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഒരു ചെറുപ്പക്കാരനായ ശുശ്രൂഷകനായിരുന്നു ദേമാസ്. ദേമാസ് എന്ന് പറയുന്ന ആ സിസ്റ്റം ആ ചെറുപ്പക്കാരൻ നോക്കിയപ്പോൾ കൊരിന്തിലും ശമരിയയിലും ഫിലിപ്പിയയിലും റോമിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ചെല്ലുന്ന ഓരോ സ്ഥലത്തിലും നമ്മൾ കാണാത്തൊരു മേഖലയുണ്ട്. നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരുപാട് മെഡിക്കൽ കോളേജുകളും മെഡിക്കൽ ഡോക്ടേഴ്സും ഉള്ള സ്ഥലമാണ് കൊല്ലം. ഈ മെഡിക്കൽ കോളേജിന്റെ ഇടയിൽ ഡോക്ടേഴ്സിന് വേണ്ടി നടക്കുന്ന സ്പെഷ്യൽ പബ്ബുകളുണ്ട് കൊല്ലത്ത്. രാത്രി 11 മണിക്ക് ശേഷം അവർ കൂടി വരുന്ന പ്രത്യേക സംവിധാനങ്ങളുണ്ട്. വെളുപ്പിന് 3 മണി 4 മണി വരെ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എനിക്കറിയാം, രക്ഷിക്കപ്പെട്ട പല കുഞ്ഞുങ്ങളും ആ സംവിധാനത്തിനകത്തേക്ക് പോകുവാൻ നിർബന്ധിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ അതിനകത്ത് ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ കളിയല്ല. ആമേൻ. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? എത്ര പേർക്ക് ഇന്ന് രാത്രിയിലെ ദൂത് മനസ്സിലാകുന്നുണ്ട്? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഓരോ നിങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നാൽ ബാംഗ്ലൂരിൽ വേറൊരു സംവിധാനമുണ്ട്, മൈസൂരിൽ വേറൊരു സംവിധാനമുണ്ട്. ഞാൻ വിചാരിച്ചു കൊല്ലത്തൊന്നും ഇതില്ലെന്നാണ് ഞാൻ വിചാരിച്ചു. പക്ഷെ കൊല്ലത്തിനകത്ത് അങ്ങനെ വേറൊരു സംവിധാനമുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സംവിധാനമുണ്ട്, കൊച്ചിയിൽ വേറൊരു സംവിധാനമുണ്ട്. ഇവിടേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ പോകുന്നത്, ഇവിടേക്കാണ് നമ്മുടെ ആളുകൾ എത്തിപ്പെടുന്നത്. നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു വെളിപ്പാടില്ലെങ്കിൽ നമ്മളെ ഇത് വലിച്ചുകൊണ്ട് പോകും. പുറം രാജ്യങ്ങളിൽ പഠിക്കാൻ പോയ എത്രയെത്ര കുഞ്ഞുങ്ങൾ എനിക്കറിയാമെന്നറിയാമോ? എത്രയെത്ര കുഞ്ഞുങ്ങൾ തകർന്നു പോയവർ, എത്ര പേര് നമ്മളായിട്ട് പറഞ്ഞവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയോ? എന്താ പ്രശ്നം? സഭയ്ക്കകത്ത് മാത്രം ജീവിച്ച് അന്യഭാഷയും സ്തോത്രവും പ്രാർത്ഥനയും മാത്രം ജീവിച്ച് ഒരു തലമുറ, അവരെ ലോകത്തിലേക്ക് തുറന്നു വിട്ടപ്പോൾ, ലോകം കണ്ടപ്പോൾ ലോകം അവരെ കയറി ആകർഷിച്ചു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ടെംപ്റ്റേഷൻസ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ഒന്ന് ലോകമാണ്, പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് ഇത് രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? 1 യോഹന്നാൻ 2:16 കൂടെ വായിക്കുമ്പോൾ, അതിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ. ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബൗണ്ടറി ഇടാൻ പറ്റും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ബൗണ്ടറി ഇടാൻ പറ്റും. ചേർന്ന് ഈ രാത്രി ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. 1-2 വാക്യങ്ങളുടെ വായിച്ചിട്ട് ഞാൻ അതിനകത്ത് മടങ്ങി വരാം. യാക്കോബിന്റെ ലേഖനം കൂടെ പോയ, യാക്കോബിന്റെ ലേഖനത്തിൽ കൂടെ എടുത്ത്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം കൂടെ എടുത്ത്. നമ്മൾ ദൈവസഭ ഈ ദിവസങ്ങൾ ഇതിനെയൊക്കെ അഡ്രസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു റിവൈവലിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, വ്യഭിചാരിണിയായുള്ളവയെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ഈ ലോകത്താൽ വശീകരിക്കപ്പെടുക, ലോകത്തിന്റെ സംവിധാനങ്ങളാൽ വശീകരിക്കപ്പെടുക. നമ്മളിപ്പോ എല്ലാവരും പറയുന്നത് യൂറോപ്യൻ കൾച്ചറാണ് നമ്മുടെ നാട്ടിലൊക്കെ. എന്താ യൂറോപ്യൻ കൾച്ചർ? അങ്ങനെ യൂറോപ്യൻ കൾച്ചറും ഇല്ല, അമേരിക്കൻ കൾച്ചറും ഇല്ല, ഈസ്റ്റേൺ കൾച്ചറും ഇല്ല, വെസ്റ്റേൺ കൾച്ചറും ഇല്ല. ഇതൊരു വേൾഡ് ആണ്.
ഇതൊരു വേറൊരു സംവിധാനമാണ്. അത് എവിടെയും എങ്ങനെയും ചെന്ന് കയറും. അത് ഏത് നിലയിലും നമ്മളെ കയറി പിടിക്കും. നമുക്കതിനെക്കുറിച്ച് ഭയങ്കര ഒരു ബോധ്യമില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഇതിനകത്ത് ട്രാപ്പായി പോകും. എന്നിട്ട് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ ചിലതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപ പരിശുദ്ധാത്മ നിനക്ക് തരും. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പൊ ഈ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ച്. 4:4 ആയുള്ളവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഓഹോ, നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടണമോ? നിങ്ങൾക്ക് ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി മാറണോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് ദൈവത്താൽ ശക്തമായി പ്രയോജനപ്പെടണോ? ഈ സംവിധാനങ്ങളെ ജയിക്കാനുള്ള ഒരു ദൈവകൃപ നമ്മൾ പ്രാപിക്കണം. എങ്ങനെ നമുക്കിതിനെ ജയിക്കാൻ പറ്റും? എങ്ങനെ നമുക്കിതിനെ ജയിക്കാൻ പറ്റും? ഞാൻ ആദ്യമേ ഇതിന്റെ ടെംപ്റ്റേഷൻസിന്റെ മേഖല ഞാനൊന്ന് പറഞ്ഞു തരാം. എന്നാൽ ഈ ലോകത്തിന്റെ നടുവിൽ ലോകക്കാർ അല്ലാതെ നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം. ഈ ലോകത്തിൽ, അങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ ലോകക്കാർ അല്ലാതെ ജീവിക്കുക. കാര്യം എല്ലാം ഇരുട്ടായി കിടക്കുന്നിടത്ത് നീ ഒരുത്തനാണ് വെളിച്ചം. ചെന്നായ്ക്കൾക്ക് നടുവിൽ നീ ഒരുത്തനാണ് കുഞ്ഞാട്. രുചിയില്ലാത്ത ലോകത്തിൽ നീയാണ് രുചി വരുത്തേണ്ട ഉപ്പ്. എങ്ങനെ നമുക്കിതിനെ ജയിക്കാൻ പറ്റും? ഒരു വാക്യം കൂടെ അതിനകത്ത് വായിച്ചേ. നമുക്ക് ഒരു വാക്യം കൂടെ യാക്കോബിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ. 1:27. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. അടുത്ത വാക്യം ശ്രദ്ധിച്ച്. ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. എല്ലാരും ചേർന്ന് പറഞ്ഞ ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുകളിയല്ലത്. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് പറയുന്ന പോലൊക്കെ പറഞ്ഞുതരാൻ പറ്റുന്ന പോലൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ, പാസ്റ്റർ ഞാൻ ഈ പ്രസംഗിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ എനിക്കൊരു ക്ലാരിറ്റി വേണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ റിവൈവൽ പോർട്ടൽ എന്ന ആ ഗ്രൂപ്പിനകത്ത് എൻ്റെ നമ്പറുണ്ട്. നിങ്ങൾ എന്നെ ടെക്സ്റ്റ് ചെയ്യുക. ആമേൻ. ആ പാസ്റ്റർ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതാണെങ്കിൽ ഒറ്റയ്ക്ക് പറയാം, പൊതുപ്രയോജനമുള്ളതാണെങ്കിൽ പൊതുപ്രയോജനത്തിന് പറയാം. ഇപ്പൊ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്ന വിഷയം ഒരു പാസ്റ്റർ എന്നോട് സംസാരിച്ചാണ്. പാസ്റ്റർ ഒന്ന് പരസ്യമായിട്ടൊന്ന് സംസാരിക്കാമോ? എങ്ങനെയാണ് ഈ ടെംപ്റ്റേഷനെ ജയിക്കാൻ പറ്റുന്നത്? യാക്കോബിന്റെ ലേഖനം പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി. വെള്ള ഉടുപ്പിടുന്നതല്ല, താടിയും മീശയും എടുക്കുന്നതല്ല, മാലയും കമ്മലും ഊരുന്നതല്ല, വിശുദ്ധി പ്രസംഗിക്കുന്നതല്ല, 40 ദിവസം ഉപവസിക്കുന്നതല്ല. ഇതെല്ലാം ഇതിനകത്തുള്ളതാ. പക്ഷേ പിതാവായ ദൈവത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തി എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ കാത്തുകൊള്ളുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്നു റിവൈവലിന്റെ അടുത്ത തലമുറയിൽ, എനിക്കറിയത്തില്ല, കഴിഞ്ഞ ദിവസം പാസ്റ്റർ നിക്സൺ ഇവിടെ പ്രസംഗിച്ചപ്പോൾ വ്യക്തിപരമായി ചർച്ചിനോട് പറഞ്ഞൊരു ദൂതാണ്, ക്യാരക്ടർ റിവൈവൽ സംഭവിക്കാൻ പോകുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ആമേൻ. ക്യാരക്ടർ റിവൈവൽ സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഞാൻ ഈ ദൂത് പ്രസംഗിക്കുമ്പോൾ തന്നെ അതിശക്തമായ ഒരു അഭിഷേകത്തിന്റെ പുതപ്പിന്ന് രാത്രി ചിലതിന്റെ മേൽ വീഴുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ദൈവത്തോടുള്ള ശത്രുത പുലർത്തുന്ന ലോകത്തിന്റെ സംവിധാനങ്ങൾ. ആമേൻ. കേരളത്തിലെ പഴയ അപ്പച്ചന്മാരൊക്കെ പാടിയ പാട്ടുകളുടെ അന്തസ്സത്തെ എന്താണെന്നറിയാമോ? വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിയിടുന്ന
ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുവിൽ, സുന്ദരന മനോഹര. ഹല്ലേലൂയ. എത്ര അർത്ഥവത്തായ വരികളെന്നറിയോ? അപ്പൊ ഈ ലോകം നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസവും, അല്ലേ? ഇന്ന് രാവിലെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ എന്തെല്ലാം നമ്മളെ ആകർഷിച്ചു. ആ ആളിനെ പോലെ നമുക്കൊന്ന് ഡ്രസ്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അവരെ പോലെ നമ്മുടെ മുടിയൊക്കെ ആക്കിയിരുന്നെങ്കിൽ, അവരെ പോലെ നമുക്കൊന്ന് നടന്നിരുന്നെങ്കിൽ, അവരെ പോലെ നമുക്ക് നിന്നിരുന്നെങ്കിൽ. അമ്മേ, ഞാനിതിനൊന്നും എതിരല്ല. പക്ഷേ ഇത് വല്ലാതെ നിന്നെ വശീകരിക്കുന്നെങ്കിൽ നീ ഒരു അപകടം പിടിച്ച പോക്കാണ് പോകുന്നത്. ആമേൻ. ഈ ലോകത്തിനൊരു ഫാഷനുണ്ട്, ദൈവരാജ്യത്തിനൊരു ഫാഷനുണ്ട്. ഈ ലോകത്തിനൊരു കൾച്ചറുണ്ട്, ദൈവരാജ്യത്തിനൊരു കൾച്ചറുണ്ട്. ദൈവം ഒരു പുതിയ തലമുറയെ നോക്കുന്നു. ലോകത്താലുള്ള കളങ്കം പറ്റാത്ത ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നു. അപ്പൊ നമ്മൾ നിൽക്കേണ്ട ഒരു പൊസിഷനിൽ നിന്നെങ്കിൽ മാത്രമേ ലോകം നമ്മളെ തൊടാതിരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ നിങ്ങൾ ആരാണെന്നും, നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണെന്നും, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്നും എല്ലാം നിങ്ങൾ തിരിച്ചറിയണം. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ പോയ ഒരു വാക്യം കൂടെ വായിച്ചേ. അതും കൂടെ വായിക്കുമ്പോൾ എനിക്ക് ഇന്ന് രാത്രിയിൽ ഒരു ഭാഗം പറയാൻ പറ്റും. യോഹന്നാൻ 5:19 കൂടെ വായിച്ചേ. നാം ദൈവത്തിൽ നിന്നുള്ളവൻ എന്നും നാം അറിയുന്നു. നാം ദൈവത്തിങ്കൽ നിന്നുള്ളവരെന്ന് നാം അറിയുന്നു. അറിയണം മോനെ. ആ തിരിച്ചറിവാണ് നിന്നെ ലോകത്തിൽ ജയിക്കാൻ കൃപ തരുന്നത്. നാം എവിടെ നിന്നുള്ള ആൾക്കാരാ? നമ്മൾ ഈ ലോകത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ഈ സംവിധാനത്തിന്റെ ആൾക്കാരല്ല, നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ആളല്ല. നിന്റെ കോളേജിൽ, നിന്റെ സ്കൂളിൽ ആളുകൾ നിന്നെ കളിയാക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അങ്കിളെ, ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട് അങ്കിളെ, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല. എടി മോളെ, നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടാകാൻ ഒക്കത്തില്ല. കാര്യം നീ ലോകത്തിൽ നിന്നുള്ളവളല്ല, നീ ദൈവത്തിൽ നിന്നുള്ളവളാണ്. സ്വത്രം. അയ്യോ, എനിക്ക് മാത്രം ഗേൾ ഫ്രണ്ട് ഇല്ല. നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടാകാൻ ഒക്കത്തില്ല. കാര്യം നീ ലോകത്തിൽ നിന്നുള്ള ആളല്ല, നീ ദൈവത്തിൽ നിന്നുള്ള ആളാണ്. എന്റെ അങ്ങളെ, എനിക്ക് മാത്രം കള്ളു കുടിക്കാൻ പറ്റുന്നില്ല. നീ കള്ളു കുടിക്കാൻ ഒക്കത്തില്ല. നീ ലോകത്തിൽ നിന്നുള്ളവനല്ലടാവേ, നീ ദൈവത്തിൽ നിന്നുള്ളവനാ. എന്താ ജോസഫേ നിനക്ക് പാപം ചെയ്യാൻ പറ്റാത്ത? നിനക്ക് വികാരമില്ലാഞ്ഞിട്ടാണോ? നിനക്ക് വിചാരമില്ലാഞ്ഞിട്ടാണോ? അവൻ പറയും, ഞാൻ എല്ലാരെയും പോലെ അല്ല, ഞാൻ വേറൊരാളാണ്. നിനക്ക് നിന്റെ പ്രലോഭനങ്ങളെ ജയിക്കണോ? 1 യോഹന്നാൻ, ആ വാക്യം എല്ലാവരും എടുത്തു സ്വോത്രം പറഞ്ഞു വായിക്കൂ. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ധൈര്യത്തോടെ വായിക്കണം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. ആമേൻ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ശ്രദ്ധിച്ച് ആ വാക്യം ശ്രദ്ധിച്ചോ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ആ ലോകത്തിൽ നീ നിൽക്കുന്നത് എവിടാണെന്ന് അറിയാമോ? നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്നുള്ള വെളിപ്പാടിൽ അവിടെ നിൽക്കുകയാണ്. നിന്നെ തൊടാൻ പറ്റൂ? ആമേൻ. എങ്ങനെ ജയിക്കുന്നേ? ആമേൻ. ഈ ലോകത്തിന്റെ ഒഴുക്കുകൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകരുത്. വെള്ളത്തിലൊരു മത്സ്യം ഒഴുകി പോകുന്നെങ്കിൽ ഓർത്തോ, അത് ചത്ത മത്സ്യമാണ് ഒഴുകിപ്പോകുന്നത്. ആമേൻ. ഒഴുക്കുള്ള വെള്ളത്തിൽ എതിരെ നിൽക്കുന്ന മത്സ്യത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ജീവനുണ്ട്. ആമേൻ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കാനുള്ളത്, ഹല്ലേലൂയ, നിങ്ങൾ ഈ ദൈവിക സംവിധാനത്തിൽ നിന്നിട്ട് ലോകത്തിന്റെ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു തലമുറ എഴുന്നേക്കാൻ പോവാ. പ്രാർത്ഥിക്കാൻ എത്ര പേര് ഈ രാത്രി ഉണ്ട് പ്രിയപ്പെട്ടവരെ? നിനക്ക് ജയിക്കാൻ പറ്റുന്ന ഒറ്റ വെളിപ്പാട്, നിന്റെ ഐഡന്റിറ്റിയിൽ നീ നിൽക്കുക. സർവ്വലോകവും ദുഷ്ടന്റെ എല്ലാം അങ്ങനെ കിടക്കുന്നു. ഈ ചാത്തന്നൂർ മൊത്തം പിശാചിന്റെ കയ്യിലായിരിക്കുന്നു. ആമേൻ. പക്ഷെ അവിടെ നീ ഒരുത്തം പറയുകയാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാ.
നീ പഠിക്കുന്ന കോളേജിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? നീ പഠിക്കുന്ന സ്കൂളിന്റെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ. പത്രം വായിക്കാൻ പേടിയാ. ടിവിയുടെ ന്യൂസ് കൊച്ചുങ്ങളുടെ കൂടെ കാണാൻ പറ്റത്തില്ല, പേടിയാ. കാര്യമാ ആ ദുഷ്ട ലോകം ഇങ്ങനെ ഈ ആളുകൾ ഇങ്ങനെ പിടിക്കുക കേറി. എന്നാൽ അതിന്റെ നടുവിൽ ഒരു തലമുറയായിട്ട് നിനക്ക് നിൽക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എന്തിനാ ചർച്ചനെ ഒരു ദേശത്ത് എന്തിനാ ചർച്ചനെ ആക്കിയിരിക്കുന്നത്? ശ്രീയേശനാമോ അതിശയനാമോ എന്നുള്ള പാട്ടുപാടി ചർച്ചനകത്തിരിക്കാനല്ല. ഈ ലോകത്തിൽ നീ ഒരു വെളിച്ചമാകണം. ഈ ചെന്നായ്ക്കൾക്ക് നടുവിൽ നീ ഒരു കുഞ്ഞാടായി മാറണം. ഈ ചെന്നായ്ക്കൾക്ക് തൊടാൻ പറ്റാത്ത നിലയിൽ നീ ദൈവത്തിൽ നിന്നുള്ളവൻ എന്ന നിലയിൽ നീ ജീവിക്കണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ഐഡന്റിറ്റിയിൽ നിന്നാണ് നമ്മൾ അതിനെ ജയിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട്. ആമേൻ. ടെംപ്റ്റേഷൻ വരുന്ന ആദ്യത്തെ മേഖല ഏതാ? പറഞ്ഞ ലോകത്തിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ. നമുക്ക് തോന്നും ലോകക്കാരെ പോലെ ആകണം, അവരെ പോലെ ആകണം, ഇവരെ പോലെ ആകണം. ആമേൻ. കുറെ നേരം ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ, നീ ലോകത്തിലാ ജീവിക്കുന്നെങ്കിൽ നീ പോലും അറിയാതെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ലോസ് ആഞ്ചലസിൽ നടന്ന തീപിടുത്തത്തെ കുറിച്ച് വായിച്ചു. നിങ്ങൾ ആരെങ്കിലും വായിച്ചോ ലോസ് ആഞ്ചലസിൽ നടന്ന തീപിടുത്തം? അത് ലോകത്തിലെ ഏറ്റവും പോഷേറിയ ലോകത്തിലെ, ഞാൻ ആ സ്ഥലത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നെ കാറിൽ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഹോളിവുഡിലെ ആ ഏറ്റവും ശക്തനായ നടന്റെ വീടാണ്. ആ മലയുടെ താഴ്വരയിൽ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയൊരു വാർത്ത വായിച്ചത്, വർഷങ്ങളോളം അവിടെ മഴ പെയ്തില്ലെന്ന്. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തതാണ്. തീപിടുത്തത്തിന്റെ കാരണം വർഷങ്ങളോളം അവിടെ ലോകത്തിലെ ഏറ്റവും പോഷ് ഏരിയയിൽ മഴയില്ലെന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് മനസ്സിലായേ? അത് വേറൊരു വേൾഡ് ആണ്. വരണ്ട നിലത്ത് ആരാ പാർക്കുന്നത് ഞാൻ പറയണ്ടല്ലോ, വേദപുസ്തകം പറഞ്ഞിരിക്കുന്നല്ലോ. പേടിച്ചു പോയച്ചാ, മഴയില്ലെന്ന് പോലും. ഏറ്റവും വലിയ പോഷേറിയ. നമ്മൾ എന്തിനാ മൂന്നാറിൽ പോന്നേ? ഇപ്പൊ മൂന്നാറിലേക്ക് ആളുകൾ ഒഴുകുക. എന്താ മൂന്നാറിൽ പോ? നല്ല തണുപ്പാ. മൂന്നാറിൽ ഇപ്പോൾ -ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ -ആയിരുന്നു. -1, -2 ഒക്കെ മൂന്നാറിൽ അനുഭവപ്പെട്ടു. അതുകൊണ്ട് ഈ ചാത്തന്നൂരിലെ ചൂട് താങ്ങാൻ വയ്യ, അതെല്ലാവരും മൂന്നാറിലോട്ട് പോവാ. മൂന്നാറിൽ ചെല്ലുമ്പോൾ അവിടെ 45 ഡിഗ്രി ചൂടാറാണെങ്കിൽ നീ എന്തിനാ മൂന്നാറിൽ പോന്നു? ആ സ്ഥലങ്ങൾ, ലോസ് ഏഞ്ചലസിലെ ആ സ്ഥലങ്ങൾ എനിക്ക് മനസ്സിലാകുന്നത് ഒരു സമയത്ത് നല്ല സ്ഥലങ്ങളായിരുന്നു, നല്ല പ്രകൃതി സുന്ദരമായ മഴ പെയ്യുന്ന സൂപ്പർ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ അവിടുത്തെ ജീവിത ശൈലി, ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ലോസ്റ്റ് ഏഞ്ചൽസ് എന്നായിരുന്നു അതിന്റെ റിയൽ നെയിം. ലോസ്റ്റ് ഏഞ്ചൽസ്, വീണുപോയ ദൂതൻ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ദൂതൻ. ലോസ്റ്റ് ഏഞ്ചൽസ്, അതാണ് ലോസ് ഏഞ്ചൽസ് ആയിട്ട് ചുരുങ്ങിയത്. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക, സോദോമിനെയും ഗോമോറയും ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഈ രാത്രി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് പറ്റും? ഇതൊന്നും കണ്ടിട്ട് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കരുത് പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നല്ല സ്ഥലത്തിനായി സ്തോത്രം പറ. നീ ഒരുത്തനുള്ള കാരണത്താൽ നിന്റെ പട്ടണത്തിൽ മരണദൂതൻ കയറാൻ അനുവദിക്കരുത്. അബ്രഹാം ഇടിവിൽ നിന്നതുപോലെ പറയണം, 50 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ, 5 പേരുണ്ടെങ്കിൽ വേണ്ടടാ, ഒരുത്തൻ നീ ഉണ്ടെങ്കിൽ നിന്റെ ദേശത്തൊന്നും നടക്കാൻ അനുവദിക്കരുത്. കാര്യം നീ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ ഒരാൾ പോലും അവിടെ ഇല്ലാതായ കഴിഞ്ഞ എന്ത് ചെയ്യും? അമ്മേ, ലോകം നമ്മളെ ആകർഷിക്കരുത്. നിങ്ങൾ ലോകം ആകർഷിക്കരുത്. നിങ്ങൾ ലോകത്തിൽ ലോകക്കാരല്ലാതെ ജീവിക്കണം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, എന്നെ കേൾക്കുന്ന ടീനേജ് കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ,
എന്നെ കേൾക്കുന്ന യുവ ശുശ്രൂഷകന്മാരെ, ലോകം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് നിന്നെ ആകർഷിക്കാൻ, നിന്റെ മേൽ കിടക്കുന്ന ഡിവൈൻ ഡെസ്റ്റിനിയെ നശിപ്പിക്കാൻ, നിന്നിൽ ദൈവമിട്ടിരിക്കുന്ന ദൈവിക ജീവനെ എടുത്തു കളയാൻ, ദൈവം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ DNA-യിൽ നിന്നും നിന്നെ മാറ്റിക്കളയാൻ പൈശാചിക ടെംപ്റ്റേഷൻസ് ഇങ്ങനെ നിൽക്കുക. ആമേൻ. എത്ര പേരും ഇന്ന് രാത്രി അതിന്റെ നടുവിൽ ലോകത്തിന്റെ കളങ്കം പറ്റാതെ ജീവിക്കും? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ പ്രസംഗിക്കുന്ന ഞാൻ അതിവിശുദ്ധനാണെന്ന്. അല്ലേ അല്ല. പക്ഷെ ഇപ്പോൾ ഒരു ഭയങ്കര കൊതിയുണ്ട്. ഹല്ലേലൂയ. അകത്തൊരു ഭയങ്കര ആവേശമുണ്ട്. കുറെ കൂടെ ജയിക്കണം, ചിലതിനോടൊക്കെ നോ പറയണം. ഹല്ലേലൂയ. ഇന്നലകളിൽ നമ്മളെ കയറി പിടിച്ച ചിലതിനോടൊക്കെ ഒന്ന് അവൻ നോ പറയണം. എത്ര പേര് രാത്രി ഹല്ലേലൂയ പറയും? ഹല്ലേലൂയ. ഓ, എന്തോ ഞാൻ ഈ ദൂത് പറയുമ്പോൾ വലിയ അഭിഷേകം ചിലതിൻ്റെ മേൽ വീഴുന്നുണ്ട്. നമ്മുടെ ഒരെണ്ണത്തെ പിശാച് കൊണ്ടുപോകാൻ സമ്മതിക്കരുത്. നമ്മുടെ വീടുകൾക്കകത്ത് ലോകം കയറാൻ സമ്മതിക്കരുത്. നമ്മുടെ വീടുകൾക്കകത്ത് നമ്മുടെ തലമുറകളെ ലോകം കയറി പിടിക്കാൻ അനുവദിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാര്യം ലോക സ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. ഇന്ന് രോഗം കണ്ടുപിടിച്ചു വിടാം, നാളെ നമുക്ക് പ്രതിവിധി പറയാം, ഇതെങ്ങനെ ജയിക്കാൻ പറ്റുമെന്ന് പറയാം. രണ്ടാമത് നമ്മൾ ആകർഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ടെംപ്റ്റേഷൻ ഓഫ് ദി ഫ്ലഷ്, നമ്മുടെ ജഡത്തിന്റെ ഇച്ഛകൾ. ഒന്ന് ലോകത്തിന്റെ മോഹം, രണ്ട് ജഡത്തിന്റെ ഇച്ഛ. എന്താ ഈ ഫ്ലഷ്? അത് നമ്മുടെ അകത്തുണ്ടാകുന്ന ഈവിൾ ഡിസയേഴ്സ് ആണ്. ആമേൻ. നമ്മൾ ഈ ബോഡിയിലും ആ ഈവിൾ ഡിസയർ നമ്മുടെ ബോഡിയെ, നമ്മുടെ സോളിനെയൊക്കെ കയറി പിടിക്കും. ആമേൻ. നമ്മുടെ ഇമോഷൻസിനെ കയറി പിടിക്കും. നമ്മളിപ്പോഴും ഈ രക്ഷിക്കപ്പെട്ടെങ്കിലും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ശരീരത്തിൽ വസിക്കുന്ന ആളുകളാണ്. നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. രക്ഷയുടെ 3 കാലഘട്ടങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടു. 2, നാം രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. 3, നാം രക്ഷിക്കപ്പെടും. ഈ 3 കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിഷേകം പ്രാപിച്ച നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പൊന്നും നടന്നിട്ടില്ല. നിന്റെ ശരീരത്തിനകത്ത് ഇപ്പോഴും ആഗ്രഹങ്ങളുണ്ട്, നിന്റെ ശരീരത്തിനകത്ത് ഇപ്പോഴും ഇച്ഛകളുണ്ട്. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് കണ്ണാടി വെക്കണ്ടായിരുന്നു. ആമേൻ. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് കുളിക്കണ്ടായിരുന്നു. ഇന്നലെ കുളിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, പാസ്റ്റർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടായിരുന്നു. ആമേൻ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആമേൻ. തുണി കഴിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു അമ്മ വിളിച്ച് പറയാം, പാസ്റ്ററെ കുറച്ചുകൂടെ പറയണം. ആമേൻ. ഞാൻ അങ്ങനെ പറഞ്ഞ ഇവിടെ നിന്നൊക്കെ മാറാം. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ ഫാൻ വേണ്ടായിരുന്നു, നമ്മുടെ ചർച്ചിൽ AC വേണ്ടായിരുന്നു. കാര്യം വിയർക്കത്തില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നായിരുന്നെങ്കിൽ നിനക്ക് തുണിയിടണ്ടായിരുന്നു, നിന്റെ ഗ്ലോറിയസ് ബോഡിയെ കാലെ ചെരുപ്പിടണ്ടായിരുന്നു. അപ്പൊ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്നത്. എന്നാൽ ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കും. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഈ ജഡത്തിന്റെ ചിന്തകൾ? എന്താണ് ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ? ഗലാത്യ ലേഖനം നമുക്കറിയാം. ജഡത്തിന്റെ വായിച്ചു, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിന്റെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സാധനം, വാട്ട് ഈസ് ഫ്ലഷ്? ജഡത്തിന്റെ പ്രവൃത്തികളോ? ജഡം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. ദുർനടപ്പ്, അതൊരു ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ഇതെല്ലാം കൂടെ ചേർന്നൊരു സാധനത്തിന്റെ പേരാണ് ഫ്ലഷ്. ഹല്ലേലൂയ. എന്തു പറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നു? ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ നമ്മുടെ അകത്തുണ്ടെങ്കിൽ
ഇതുണ്ടാവാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ അകത്ത് ഇതെല്ലാം അസൂയൊക്കെ ഉണ്ടാകും. നമ്മുടെ അകത്ത് ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇല്ലെന്നൊന്നും ഇവിടെ ആരും പറയാനൊക്കത്തില്ല. ഇവിടെ ഒന്നും ഒരാർക്കും പറയാനൊക്കത്തില്ല ആഗ്രഹങ്ങളില്ല എന്ന്. അങ്ങനെ എനിക്ക് ഒരാഗ്രഹവും ഇല്ല പാസ്റ്ററെ, 100% ഞാൻ വിശുദ്ധനാണെന്ന് പറയാൻ പ്ലീസ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എനിക്ക് അയച്ചു തരണം. കാര്യം നാളെ ഈ പെന്തക്കോസ്തിൽ ആരെങ്കിലും വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സിജുവിൻ്റെ പേരൊന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ചാത്തന്നൂർ സിജു ഉണ്ട്, അല്ലെ സഞ്ജുവിൻ്റെ പേരൊന്ന് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഇവിടെ എല്ലാവർക്കും പ്രശ്നങ്ങളുള്ള ആളുകളാണ്. എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന് രാത്രി നിങ്ങൾ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് പോയമനെ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴേക്കുള്ള വാക്യം കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരുവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ആഹാ, കൊള്ളാലോ. ഭയങ്കര ടെംപ്ടേഷൻ കൂടിയിട്ട് ഒരു സിഗരറ്റ് വലിച്ചു പോയി. ഭയങ്കര ടെംപ്ടേഷൻ കൂടിയിട്ട് ഒരു ഗ്ലാസ് കള്ള് കുടിച്ചു പോയി. ഓ ബ്രദറെ, ദൈവം എന്നെ പരീക്ഷിച്ചതാ. എടാ പൊട്ട, എടാ മണ്ട, ആടികൊള്ളു നിനക്ക്. സ്വത്തം ദൈവം പരീക്ഷിച്ചെന്നു. എന്തോ എഴുതിയിരിക്കുന്നു? പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. അങ്ങനെ വായിച്ചല്ലേ? ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടത്തില്ല. നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യം പിശാച് നിന്നെ മുമ്പിലേ ഇട്ട് തരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അയ്യോ പാസ്റ്ററെ, വീണുപോയി പാസ്റ്ററെ, എനിക്കറിയാം, ദൈവമാ എന്നെ. മേലാ വേണ്ടി പോരും. 1-ന്റെ 13 മുതൽ മേലാ വേണ്ടി പോരുത്. നീ കള്ളു കുടിച്ചത് ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല. നീ സിഗരറ്റ് വലിച്ചതും നീ അവിടെ ഇവിടെയും പോയതൊക്കെ നിന്റെ ജഡത്തിന്റെ ആഗ്രഹത്തെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തോണ്ടാ നീ ചെയ്തത്. അപ്പൊ ഈ ഫ്ലഷിലി ഭയങ്കര പ്രശ്നമാണ് ഇത്. ഈ സാധനം കയറി ഇങ്ങനെ പിടിക്കും. ഇനി അടുത്ത 14-ാം വാക്യം, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ ആകർഷിച്ചിട്ട് വശീകരിക്കപ്പെടുമ്പോഴായി സാധനം ഓരോരുത്തൻ പോയി ട്രാപ്പായി പോകുന്നത്. സ്തോത്രം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? അടുത്ത ഈ അപ്പോസ്തലന്മാരൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. പിന്നിച്ച എങ്ങനെ എഴുതി വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ. അടുത്ത വാക്യം വായിച്ച വേണേ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ ഈ സാധനം വന്ന, ഈ ടെംപ്ടേഷൻ വന്ന റൂട്ട് കണ്ടോ? ടെംപ്ടേഷൻ വന്ന റൂട്ട് കണ്ടോ? ഇതൊരു പ്രോസസ്സാ. ഒരു പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോസസ്സാ കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. അത് നിങ്ങളുടെ പാപവുമായിട്ട് കണക്ട് ചെയ്തു. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് പാപമാണല്ലോ ഇഷ്ടം. ആമേൻ. ചില ആളുകൾക്ക് ഈ മോഷ്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അയ്യോ അവൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഇട്ടുമൂടാനുള്ള പൈസയുണ്ട്. പക്ഷേ ഇവൻ ഈ മോഷണം ഒരു കലയാണ്. അവൻ്റെ മോഷണം ഒരു കലയാണ്. 2 സ്ഥലങ്ങളിൽ ഞങ്ങൾ അവനെ കൊണ്ടുപോയി പെട്ടുപോയിട്ടുണ്ട്. ഒന്ന്, കൊല്ലത്ത് പീരങ്കി മൈതാനത്തിൽ എക്സിബിഷൻ നടക്കും. അന്ന് എക്സിബിഷൻ ഹാളിൽ അവൻ ഉടുപ്പിടാൻ വേണ്ടി, ഉടുപ്പിട്ട് നോക്കാൻ വേണ്ടി, സിജു ബ്രദറെ, ഈ ഡ്രസ്സിംഗ് റൂം ഉണ്ടല്ലോ, ഡ്രസ്സിംഗ് റൂമിൽ ഇന്നത്തെ പോലെ ടാഗ് സംവിധാനങ്ങൾ, PP അടിക്കുന്ന സംവിധാനങ്ങൾ അന്നില്ല. 25 വർഷം മുമ്പില്ല. 25 30 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു. 35 വർഷം മുമ്പുള്ള കാര്യം. അപ്പൊ ഈ PP അടിക്കുന്ന സംവിധാനം, ഒരു പഴയ ഉടുപ്പിട്ടോണ്ട് പുതിയ ഒരു ഉടുപ്പിട്ടോണ്ട് അവൻ ഇട്ട് നോക്കട്ടെന്നും പറഞ്ഞ് അകത്ത് കയറിയിട്ട് പഴയത് അവിടെ ഊരി വെച്ചിട്ട് പുതിയത് ഇട്ടോണ്ട് അവൻ മുങ്ങി. വീട്ടിലില്ലാഞ്ഞിട്ടല്ല, ഇത് അവന്റെ ഒരു കലയാണ്. അവസാനം ഞങ്ങളെല്ലാം അവിടെ നോക്കുമ്പോൾ കള്ളം കയറിയെന്ന് അവിടെ നിന്ന് ആരാണ്ട് വിളിച്ചു പറഞ്ഞു. അവസാനം ഓടി യവൻ ചെന്ന് ചാടിയത് ഈ പെരുമ്പാമ്പിനെയൊക്കെ ഇട്ടേക്കുന്ന ഒരു സ്ഥലത്തായിപ്പോ യവൻ പോയി ചാടിയത്. പിന്നെ പ്രശ്നമായി. രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, നല്ല കുട്ടിയാ. പേരൊന്നും ഞാൻ പറയത്തില്ല, ഞാനല്ല എന്തായാലും. നിങ്ങളിത് ഞാനാന്ന് വിചാരിക്കരുത്. രണ്ടാമത് ഇവനെ കൊണ്ട് ഞങ്ങൾ പെട്ടുപോയൊരു സാധനം, അത് ഈ ചീമാട്ടിയിൽ വെച്ചിട്ടാണ്. ചീമാട്ടിയല്ല, ചാത്തന്നൂർ. നമ്മുടെ പേര്, കടയുടെ പേരൊന്നും പറയത്തില്ല.
അവരുടെ വീട്ടിലെ പെയിന്റിങ് സാധനം എടുക്കാൻ വേണ്ടി അവിടെ വന്നു. പെയിന്റിങ് സാധനം എടുക്കാൻ വന്നപ്പോൾ അവൻ ഓട്ടോറിക്ഷയ്ക്കകത്ത് വരുമ്പോഴേ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ആ കടയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി. ഇവന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇവനത് ചെയ്യും. അപ്പൊ ഈ സാധനങ്ങളെല്ലാം എടുത്ത് ബില്ല് ചെയ്യാവുന്ന സമയത്ത് കൂടെ വന്ന ആളുകൾ പറഞ്ഞു, അണ്ണ ഇവൻ മോട്ടിക്കോ എന്ന് പറഞ്ഞാൽ കയറിയേക്കുന്ന അവനെ ചെക്ക് ചെയ്യണം, ഇവൻ മോട്ടിക്കോ എന്ന് പറഞ്ഞിട്ടാ വന്നേക്കുന്നത്. അപ്പൊ നമ്മളിത് തമാശയായിട്ട് പറയുമല്ലോ. അങ്ങനെ തമാശയായിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇനി ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷ കയറിയപ്പോൾ അവൻ കഴുത്തെ കയറി പിടിച്ചിട്ട്, നീ എന്ത് വൃത്തിയായിട്ട പരിപാടിയാ നോക്കിയപ്പം പോക്കറ്റിൽ നിന്ന് 1/2 ലിറ്റർ ഫെവിക്കോളിന്റെ ടിന്നെടുത്ത് കാണിച്ചു. എവൻ ഈ ഫെവിക്കോളിന്റെ വല്ല ആവശ്യം കുടിക്കാൻ പറ്റുമോ? പക്ഷെ ഇതൊരു കലയാ. ചില ആളുകൾ അങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ പൊട്ടിക്കും. പലരും ഇരുന്ന് ചിരിക്കുന്നു, എനിക്ക് അറിയത്തില്ല എന്താ വിഷയം. ഇതുപോലെ ഒരു കാര്യമില്ല. അപ്പൊ ഓരോരുത്തരുടെയും ഈ ബ്ലഡിൽ കിടക്കുന്ന സാധനമാണ്. അപ്പൊ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തോണം ഇതിന്റെ ആ പ്രോസസ് എന്തൊക്കെയാണ്, ഇതിനെങ്ങനെയാണ് ഈ സാധനം. യാക്കോബ് പറഞ്ഞതുപോലെ ഒരുവൻ പ്രലോഭിപ്പിക്കപ്പെടുന്നെങ്കിൽ, ഒരുവൻ പരീക്ഷിക്കപ്പെടുന്നെങ്കിൽ ദൈവം പരീക്ഷിച്ചെന്ന് പറയരുത്, വേറെ ആരെയും കംപ്ലൈന്റ് ചെയ്യരുത്. നമ്മളുടെ ഈ വീണുപോയ ശരീരത്തിൽ തന്നെ ഇതിന്റെ എല്ലാ സൂത്രവും കിടപ്പുണ്ട്. ആമേൻ. ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് ഈ സൂത്രം. എന്തുവാ ഇത്? എന്താ പറയുന്നത്? ഇതിനകത്ത് നമുക്കൊരു ആഗ്രഹം വന്ന് കയറുകയാണ്. നമ്മളൊരു ആഗ്രഹം വന്ന് കയറുക, എനിക്ക് ആ സാധനം പൊക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ സാധനം കാണണം, എനിക്ക് ആ സാധനം ടേസ്റ്റ് ചെയ്യണം, എനിക്കതൊന്ന് അനുഭവിക്കണം, എനിക്കതൊന്ന് എൻജോയ് ചെയ്യണം. ഒരാഗ്രഹമാണ്. ആഗ്രഹം വരും. ആഗ്രഹം പാപമല്ല. ആഗ്രഹം പാപമൊന്നുമല്ല. ഞാനിവിടെ ഇരുന്നിപ്പോൾ ഇപ്പം ഈ യൂട്യൂബിൽ കൂടെ സൂമിൽ കൂടെ നാളെ ഞാൻ നോക്കട്ടെ, ടെസ്റ്റ് ചെയ്യാൻ. ഞാൻ ഇച്ചിരി നല്ല പച്ചമാങ്ങ വിരിച്ച മാങ്ങയായോ നമ്മുടെ? ആയില്ല. ഇച്ചിരി മാങ്ങയും ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഉപ്പും ഒക്കെ എടുത്ത് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് തിന്നുമ്പോൾ നിന്റെ വായി വെള്ളം വന്നില്ലെങ്കിൽ നിനക്കെന്തോ പ്രശ്നമുണ്ട്, നീ മനുഷ്യനല്ല. എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഞാനിങ്ങനെ ഇപ്പോഴേ പറഞ്ഞപ്പോഴേ വെള്ളം വന്നു. ഹല്ലേലൂയ. എന്നോടോ വെള്ളം വരും പ്രിയപ്പെട്ടവരെ. കാര്യം ഈ ഓർഗൻസ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കും. ആമേൻ. അപ്പൊ ഈ ആഗ്രഹം വരുന്നതും ഒന്നും തെറ്റൊന്നുമല്ല. അപ്പൊ ആഗ്രഹം വരും. എന്നിട്ട് ഈ ആഗ്രഹം എൻ്റെ മനസ്സിനകത്തോട്ട് കയറിയപ്പോൾ ഇതിനെ നേരെ പോയി ചെല്ലുന്നത് എൻ്റെ ഇച്ഛാശക്തിയിലേക്കും എൻ്റെ തീരുമാനമെടുക്കാനുള്ള ശേഷി എന്ന് പറയുന്ന എൻ്റെ സോളിലേക്കും എൻ്റെ വില്ലിലേക്കുമാണ് ഈ സാധനം ചെന്ന് കയറുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ ഒരു ഭയങ്കര യുദ്ധം നടക്കുക. ഇവിടെ ഒരു ഭയങ്കര, അത് തിന്നണോ, അതവിടുന്ന് എടുക്കണോ, വേണോ വേണ്ടയോ? ഒരു ഭാഗത്ത് പരിശുദ്ധമ്മ പറയുന്നത് നിനക്ക് പറ്റത്തില്ല. അപ്പം ചിലപ്പോ നിന്റെ ഈ തീരുമാനമെടുക്കുന്ന ഇച്ഛാശക്തി അല്ലെങ്കിൽ അത് പലർക്കും അങ്ങ് വീക്കാ. അവിടെ ഒരു ആരോഗ്യമില്ല, ഒരു സ്പിരിച്വൽ സ്റ്റാമിന അവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. എല്ലാവർക്കും ജഡത്തിന്റെ ആഗ്രഹമുണ്ട്, സൂപ്പർ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് ചെന്ന് കയറുന്ന ഒരു പ്രോസസ്സിങ് ഏരിയ ഉണ്ടല്ലോ. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുക്കുന്ന സാധനം ഡിസ്പ്ലേ വരത്തില്ല, നമ്മൾ ഇങ്ങനെ കീബോർഡിനകത്ത് അടിച്ചു കൊടുക്കുന്നു. അത് കയറിപ്പോകുന്ന സ്ഥലത്തിന്റെ പേരുന്ന റാമോ? കേട്ടില്ല? പ്രോസസ്സിംഗ് യൂണിറ്റ്. അതിനെന്തോ പറയുന്നത് ടെക്നിക്കൽ ടേം? CPU. അതാ വേണ്ടത്. ഞാനിവിടുന്ന് അടിച്ചു കൊടുക്കുന്നു, അത് കുഴപ്പമില്ല. പക്ഷെ ഡിസ്പ്ലേ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് നേരെ CPU-നകത്ത് കയറുമ്പോൾ CPU-നകത്ത് മാൽ ഫങ്ഷൻസ് നടക്കരുത്. അവിടെ ഒരു ഭയങ്കര യുദ്ധമാണ് പ്രിയപ്പെട്ടത്. നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടർ നിന്റെ ബ്രെയിനാന്ന് നിനക്കറിയോ? സ്വത്രം. അതിനേക്കാൾ വലിയൊരു കമ്പ്യൂട്ടർ സംവിധാനമില്ല.
ഇനി അത് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഇനി എത്ര AI വന്നെന്ന് പറഞ്ഞാലും ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ബ്രെയിൻ ഉണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനകത്തല്ല ഞാൻ നിൽക്കുന്നത്, ഹെവൻലി ഇന്റലിജൻസിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറ. അതിനെ ഒന്നും പൊട്ടിക്കാൻ ഇവിടെ ഒരുത്തിനും പറ്റത്തില്ല. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറ. അപ്പോ ഈ സാധനത്തിനകത്തോട്ട് ചെന്ന് കയറും. ഉദാഹരണം, വഴിയെ പോകുമ്പോൾ ഒരു സൗന്ദര്യമുള്ള പെങ്കുച്ചിനെ കണ്ടു. നമ്മൾ നോക്കും അല്ലാതെ ഇങ്ങനെ ഒന്നും പോലെ നീ നോക്കും, സ്വാഭാവികമാണ്. നിന്റെ കണ്ണിന് അത് നോക്കാൻ പറ്റും. പക്ഷെ അത് നിന്റെ ബ്രെയിനകത്തോട്ട് കയറി CPU-ക്കകത്തിനകത്ത് കയറി കണ്ടു വിട്ടു. പിന്നെ പുറകെ പോയി ഫോൺ നമ്പർ ചോദിക്കുന്നതാണ് പ്രശ്നമാവുന്നത്. വാട്സാപ്പ് നമ്പർ ഒന്ന് തരാമോ? എന്ത് പറ്റി എല്ലാവർക്കും? അജോ എന്തോ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മേ ടോണി ഹാപ്പി ആണല്ലോ? ഹാപ്പി അല്ലയോ ബിനോയ്? സ്വതം. അമ്മ സഞ്ജു ഹാപ്പി ആണല്ലോ അല്ലേ? സ്വതം. ഇത് ആക്ഷൻ ഭയങ്കര ഹാപ്പി ആണല്ലോ. ഹാപ്പി ആയിട്ടിരിക്കണം. ഞങ്ങളുടെ മുമ്പിൽ കുറെ ആൾക്കാരിരിപ്പുണ്ടേ. അവരെല്ലാം ഈ ബൈബിൾ സ്റ്റഡി കേൾക്കാൻ വരുവാ. അപ്പൊ ഇതെല്ലാം ഞാൻ അവരോടും കൂടെ വെച്ചിട്ടായി സംസാരിക്കുന്നത്. അടുത്ത ആഴ്ച നിങ്ങളോട് ഇനി വാ, നമുക്ക് 20-ാം തീയതി മുതൽ നമുക്കിവിടെ പ്രാർത്ഥന ഉണ്ട്. നിങ്ങളോട് ഇനി വാ, നമുക്ക് ഇവിടെ ഇരിക്കാം, നമുക്ക് സംസാരിക്കാം. നീ രാവിലെ വൈകുന്നേരം ഒക്കെ നമുക്ക് ആത്മാവിൽ സംസാരിക്കാം. അപ്പൊ ഈ സാധനം കയറി നമ്മുടെ തലച്ചോറിനകത്തോട് കയറുക. ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ആഗ്രഹമില്ലാത്തൊരു മനുഷ്യനില്ല. പക്ഷെ ഈ ആഗ്രഹം നമ്മളെ കയറി പിടിക്കുന്ന ഒരു മേഖലയുണ്ട്. നിന്റെ അകത്ത് നിന്റെ തീരുമാന ശക്തി, നിന്റെ ഇച്ഛാശക്തി, നിന്റെ തീരുമാനമെടുക്കുന്ന നിന്റെ ആ CPU, നിന്റെ ബ്രെയിൻ, നിന്റെ വിൽ, നിന്റെ ഫ്രീ വിൽ എന്നാ പറയുന്നിരിക്കുന്നത്. അതിനകത്ത് ഒരിക്കലും ദൈവം കയറി ഇടപെടത്തില്ല. അതിനകത്ത് ഒരിക്കലും കയറി ദൈവം ഇടപെടത്തില്ല. ചിലരുടെ അവിടെ കയറി അങ്ങ് എന്താ പറയുന്നത്, വീക്കായി പോകുമ്പോൾ ഇത് നമ്മളെ വശീകരിച്ച് ആ മാങ്ങ കണ്ടു, ആ മാങ്ങ കണ്ടത് ഒക്കെ സാരമില്ല, ആ മാങ്ങ എൻ്റെ വായിൽ വന്നാൽ എങ്ങനെ ഇരിക്കും, അത് എൻ്റെ വായുമായിട്ട് ആ മാങ്ങയെ കയറ്റി വെച്ചിട്ട് പിന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ട്. സ്വത്രം എൻ്റെ കൂടെ ഉണ്ടോ? ഈ ഇമാജിനേഷന്റെ പ്രശ്നത്തിലാണ് ഈ പ്രസവം നടക്കുന്നത്, പാപത്തിന്റെ പ്രസവം നടക്കുന്നത്. സ്വത്രം. ഒരു പെങ്കൊച്ചിനെ കണ്ടു, അതെന്റെ ഭാര്യയായാൽ എങ്ങനെ ഇരിക്കും. ഒരാങ്കൊച്ചിനെ കണ്ടു, അവൻ എൻ്റെ ഭർത്താവായാൽ എങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് വാക്കുകൾക്ക് പരിമിതികളുണ്ട്. ആ വാക്കുകളുടെ പരിമിതികൾക്കകത്താണ് ഇന്ന് രാത്രി ഞാൻ ഈ വിഷയങ്ങളെ സംസാരിക്കുന്നത്. ഇതാണ് ആ പാപത്തിന്റെ പ്രോസസ്സിംഗ് ഏരിയ. ആ ഇമാജിനേഷന്റെ അകത്തേക്ക് വിടാതെ അവിടെ നിന്റെ തീരുമാന ശക്തിക്ക് കരുത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവിടെ നിന്നെ ജയിക്കാൻ പറ്റും. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൈശാചിക ശക്തികളാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചു കളയട്ടെ. ഡിസയർ, ആഗ്രഹങ്ങൾ പാപമല്ല. ആമേൻ. ആ ആഗ്രഹങ്ങൾ നിന്റെ അകത്തു വരുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ ആ ആഗ്രഹങ്ങളെ പിശാചിന്റെ സിഗ്നലുകളുമായിട്ട് കണക്ട് ചെയ്ത് നിന്റെ അകത്ത് അതിൻ്റെ ഇമാജിനേഷൻസ് ഉണ്ടാകുമ്പോൾ, ആമേൻ. ഇങ്ങോട്ട് വന്നപ്പോ ആശനാന്തൊന്ന് പറഞ്ഞു, ആ ആളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് എന്ത് വില കൊടുത്തും നേടിയിരിക്കും. എന്താ കാര്യം എന്നറിയോ? അവൻ്റെ ആഗ്രഹം മാത്രമല്ല, അവൻ്റെ ചിന്തകൾ മുഴുവൻ അതിൻ്റെ പുറകിൽ പോകും. അതിൻ്റെ പുറകിൽ ഭയങ്കര ഗെയിമുകൾ അവൻ സെറ്റ് ചെയ്യും.
ഗെയിം സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ മാനിപ്പുലേഷൻസ് ഉണ്ടാക്കും. വേണമെങ്കിൽ അവിടെ പ്രൊഫറ്റിക്കൽ ഏറിയെ പോലും ഡിസ്ട്രാക്ട് ചെയ്യും. വേണമെങ്കിൽ അവിടെ പ്രവചനത്തെ പോലും തെറ്റായ റൂട്ടിൽ കൊണ്ടുവരും. ഇന്ന് രാത്രി 2 മേഖലകൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവിനെ വെച്ചാൽ നാളെ രാത്രി വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ആ ആഗ്രഹങ്ങൾ, അതിന് നമ്മൾ വശംമതരായി അതിനെ നമ്മുടെ ഇമാജിനേഷനകത്ത് ഇട്ട് നമ്മളങ്ങ് തെറ്റിപ്പോകും. എന്നോട് ഒത്തിരി പേര് പറയാറുണ്ട്, അങ്കിള് അനാവശ്യമായ ചിന്തകൾ വരുന്നങ്ങളെ. മക്കളെ, ചിന്തകളില്ലാത്ത ആരുമില്ലടാവേ. ചിന്തകളൊന്നും അത് പ്രശ്നമല്ല, അത് കുഴപ്പമില്ല. ആരടാ നോക്കാത്തെ, ആരടാ കാണാത്തെ? അതെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ അതിനെ നീ താലോലിക്കരുത്, അതിനെ നീയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കരുത്. നീയുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കരുത്. അതിനകത്തിട്ട് ഡീഫ്യൂസ് ചെയ്യാൻ. കണ്ടു പോയി സന്തോഷം, കണ്ടു പോയി, അത് കളാ. ഒരാഗ്രഹം വന്നു, വരും. ഞാൻ പുളി തിന്നുമ്പോൾ നിങ്ങളുടെ വായി വെള്ളം വരും. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ആ പുളി മോട്ടിച്ചുകൊണ്ട് പോകണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അമ്മേ, 2 മേഖലകളെ ഞാൻ തൊട്ടു. ഒന്ന് ലോകത്തിൻ്റെ ടെംപ്ടേഷൻ, 2 ജഡത്തിൻ്റെ ടെംപ്ടേഷൻ. നാളെ 3ാമത്തെ മേഖലയും കൂടെ തൊട്ടിട്ട് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പേര് ഇന്ന് രാത്രി ചേർന്നൊരു ഹല്ലേലൂയ പറയും? നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സന്ദേശങ്ങൾ അനുഗ്രഹമാണ്? എത്ര പേർക്ക് ഈ റിവൈവലിനകത്ത് നിൽക്കാൻ ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഈ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കുഞ്ഞുകളികൾക്ക് തയ്യാറാകുന്ന ഒരു കൂട്ടായ്മയല്ല. നമ്മൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ, ആരും തൊടാത്ത മേഖലകൾ തൊടുകയും ചെയ്യുന്നൊരു കൂട്ടമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ വളരാം. ഈ 2 മേഖലയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിയിൽ ഏതെങ്കിലുമൊക്കെ ചിന്തകൾ, നിനക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അഡിക്ഷനുകൾ ആമേൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഒന്ന് ജയിക്കാനുള്ളൊരു ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. എത്ര പേര് ഈ രാത്രി പ്രാർത്ഥിക്കാൻ റെഡിയാണ്? ഈ ലൈവിലുള്ള 110 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ മേൽ ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ തുറക്കപ്പെടട്ടെ. ടെംപ്ടേഷൻസിനെ ജയിക്കാൻ, പ്രലോഭനങ്ങളെ ജയിക്കാൻ, യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ലോകത്തിന്റെ കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവത്തിന് ശത്രുതയായിരിക്കുന്ന ലോകത്തെ വെറുക്കാൻ, ദൈവം ശത്രുവായി കാണുന്ന ആ സിസ്റ്റത്തിനെതിരെ നിൽക്കാൻ ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ. അങ്ങയുടെ മഹത്വം ചുമക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നാട്ടെ. ഞങ്ങളെ കരുത്തരായ റിവൈവലിസ്റ്റുകളാക്കി മാറ്റിയാട്ടെ. ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. നാളത്തെ ഞങ്ങളുടെ സഭായോഗം അനുഗ്രഹമാകണമേ. രാത്രി സ്വസ്ഥതയുള്ള ഉറക്കം തരണമേ. സമാധാനത്തോടെ ഉറങ്ങാൻ സഹായിക്കണമേ. ആരോഗ്യത്തോടെ രാവിലെ എഴുന്നേൽക്കാൻ സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ ആമേൻ ഞങ്ങളെ അറിയിക്കുക, കമന്റുകളായിട്ടൊക്കെ ഇടുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.